ആത്മാവിന് സ്വസ്ഥതയില്ല. സങ്കീർത്തകൻ പറയുന്ന പോലെ, എന്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു, എന്റെ ആത്മാവെ നീ എന്തിന് നെടുവീർപ്പെടുന്നു. ഇപ്പോഴും വിഷാദവും നെടുവീർപ്പുമായിട്ട് നമ്മുടെ അസ്വസ്ഥതയായിട്ട് നമ്മുടെ ആത്മാവ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു, ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാ. എന്തിന് ദൈവം നമ്മുടെ ആത്മാവിനെ അസ്വസ്ഥത അനുവദിക്കുന്നു? എന്തിന് നമ്മുടെ ആത്മാവിനെ വിഷാദം അനുവദിക്കുന്നു? എന്തിനീ നെടുവീർപ്പ് നമ്മുടെ ആത്മാവിനെ ദൈവം അനുവദിക്കുന്നു? അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്ത് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മാവിൽ ഇതുപോലെ ഒരു ഭാരവും ഒരു വിഷാദവും ഒരു സങ്കടവും ഒരു അസ്വസ്ഥതയൊക്കെ ദൈവം അനുവദിക്കുന്നത്. അപ്പൊ നമ്മള് ആ ഒരു പ്രശ്നത്തിന് ഒരു ശമനം കിട്ടാൻ വേണ്ടി നമ്മൾ ഓടണം. ഇത് ബാക്കി കാര്യങ്ങളിലുള്ള അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കിടക്കുന്നതുകൊണ്ട് ആത്മാവിന്റെ അസ്വസ്ഥയൊന്നും നമ്മളിപ്പോ മനസ്സിലാക്കാൻ പോലും പറ്റണില്ല. ഇനി മനസ്സിലാക്കിയാലും ചിലവർ ഓടുന്നത് എതിർ ദിശയിലേക്കാണ്, അവിശ്വാസത്തിന്റെ മേഖല. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻ. എന്തെല്ലാം ആത്മാവിൽ ഒരു അസ്വസ്ഥ ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും മക്കളെ, നമുക്ക് ഓടാനും പോകാനും എത്താനും ഒക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിൽ വിലയും പ്രാപിക്കും. വേറെ ഇങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല. എവിടെയും വരെ നമ്മൾ ഓടും. നമ്മുടെ മനുഷ്യാത്മാവിന്റെ അസ്വസ്ഥത, ഭാരം, നെടുവീർപ്പുകള് അത് ശമിപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഓടണം ലക്ഷ്യത്തിന് വേണ്ടി. എവിടെ അത് ശമിപ്പിക്കപ്പെടുമെന്നുള്ള ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ഓടണം. ഓടുമ്പോ സങ്കീർത്തകൻ പറയുന്ന പോലെ, നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. കർത്താവിലാണ് പ്രത്യാശ, എന്റെ ദൈവത്തിലാണ് പ്രത്യാശ. കാരണം നിങ്ങൾ നോക്കിയോ, ഇത് വെറുതെ പറയുന്നല്ല മക്കളെ. നമ്മുടെ മരണത്തിന് മുമ്പ് നമ്മുടെ ആത്മാവിൽ അതികഠിനമായ വിഷാദത്തിന്റെയും സങ്കടത്തിന്റെയും അസ്വസ്ഥതയുടെയും നെടുവീർപ്പുകളുടെയും ഒക്കെ ഒരു അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ അമിതമായ ഭയത്തിന്റെയും ആകുലതയുടെയും ഒക്കെ വിഷയത്തിലൂടെ ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോകേണ്ടി വരും. അവിടെ ശ്രദ്ധിക്കണം, തിന്മയും ഇങ്ങനെ നമ്മുടെ ആത്മാവിന് വേണ്ടി കാവൽ നിൽപ്പുണ്ട്. ആ നിമിഷത്തിൽ പോലും ദൈവത്തിലായിരിക്കണം നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവിലായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഇത്രയും നാളും നമ്മളെ വിശ്വസിച്ച് നമ്മളെ വിശ്വസിച്ച കർത്താവിൽ മാത്രമായിരിക്കണം നമ്മുടെ വിശ്വാസം. അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അവിടെ കെട്ടിപ്പിടിച്ച് കെട്ടിത്തൂങ്ങി കിടന്നോളണം. നിശ്ചയമായും കർത്താവിൽ നമ്മൾ വിലയം പ്രാപിക്കും. എങ്ങനെയെന്നറിയാമോ, ഇത് ഈ അസ്വസ്ഥതകളൊക്കെ അങ്ങോട്ട് കൂടാൻ തുടങ്ങുമ്പോ, ഭാരം കൂടാൻ തുടങ്ങുമ്പോ, നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ആത്മാവിന്റെ ഭാരമുണ്ട്. ഇന്നലകളുടെ പാപത്തിന്റെ ചില ഭാരം ആത്മാവിൽ കിടപ്പുണ്ടാകാം. ഇന്നലകളില് ദൈവത്തെ സ്നേഹിക്കാതിരുന്നതിന്റെ സങ്കടങ്ങൾ മനസ്സിലുണ്ടാകാം. ഇന്നലകളിൽ ദൈവത്തെ പ്രഘോഷിക്കാൻ, ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടിയ അനുഭവങ്ങളിലൊക്കെ നമ്മൾ അതിന് വിപരീതമായി കടന്നുപോയ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ, ഇതൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഭാരമായിട്ട് മാറും. അല്ലെങ്കിൽ അയ്യോ, ഇത്രയും വർഷം കൈമോശം വന്നു പോയല്ലോ, ഇത്രയും നാളുകള് ഞാൻ അറിയേണ്ട ഒരു സത്യം അറിയാതെ കടന്നുപോയല്ലോ. പക്ഷേ ആയുസിന്റെ അവസാന ഘട്ടത്തിലായിരിക്കാം ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്, ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴായിരിക്കും അയ്യോ, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടല്ലോ, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ എന്ന് ഒരുപക്ഷെ ജീവിതത്തിന്റെ അന്ത്യവേളകളിലായിരിക്കും ഒരു ദൈവവൈതൽ അറിയാൻ പോകുന്നത്. അപ്പോ ഇന്നലകളിൽ കടന്നുപോയ ജീവിതത്തിന്റെ പാപത്തിന്റെ നേർരേഖയുടെ ആ ഒരു ഭാരം ഇങ്ങനെ അലട്ടാൻ തുടങ്ങും. ഒരു ആത്മാവിൽ അത് ഭാരമായിട്ട് തന്നെ. അങ്ങനെ വരുമ്പോഴും മക്കളെ, എല്ലാറ്റിനുള്ള പ്രതിവിധി, എല്ലാറ്റിനുള്ള പരിഹാരം, എല്ലാറ്റിനുള്ള ഉത്തരം കർത്താവിൽ പ്രത്യാശ വയ്ക്കുക.